അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 16 ഡേ 15 എന്തൊക്കെയാണ് സംഭവിച്ചത്? നിങ്ങൾ കണ്ടോ ഇന്നലത്തെ എപ്പിസോഡ്? ഇത്രയും ദിവസം നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പിസോഡ് 16 ആണ് കേട്ടോ. ഇത്രയും ദിവസമായിട്ടും ഞാൻ നോക്കിയിട്ട് ഒരു കിഡിലൻ ഡേ ആയിരുന്നു ഇന്നലെ 15. 2 ആഴ്ച വേണ്ടി വന്നു അവരെല്ലാവരും ഒന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ. സത്യമല്ലേ? ഇത്രയും ദിവസം നമ്മുടെ അനീഷ് ബ്രോയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരനെ നിലവിൽ കാണാൻ പോലും ഇല്ല. ഞാൻ കണ്ടില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ ആകെ ഒരു ഭാഗത്ത് നമ്മുടെ അപ്പാനിയെ പോയി ആ ടോയ്ലറ്റിന്റെ ഏരിയയിൽ പോയി സമാധാനിപ്പിക്കുന്നതല്ലാണ്ട് പുള്ളിയെ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടേ ഇല്ല. ഈ 15 ആയപ്പോൾ ഉണ്ടല്ലോ ഇറങ്ങാത്ത, അതായത് ഒളിച്ചിരുന്ന പലരും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് കൊണ്ടുപോയത് നമ്മുടെ അനുമോളാണ്, പിന്നെ ഷാനവാസും. ഇന്നലെ 2 പേരുടെ എപ്പിസോഡ് തകർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം സംസാരിക്കാം. നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും എന്നോട് സംസാരിക്കണം. നിങ്ങളുടെ കമന്റ്സ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കണം. ടോക്കിംഗ് ടൈം വിത്ത് ഗായത്രി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ ഇന്നലെ സംഭവിച്ചത്? നമ്മുടെ അനുമോളും ഷാനവാസ്കയും കൂടെ ഇന്നലത്തെ എപ്പിസോഡ് തൂക്കി കേട്ടോ. ഒന്നും പറയാനില്ല. അനുമോൾ ഇന്നലെ ഫയർ ആയിരുന്നു, പക്ഷെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എവിടെയും. എന്നാലും പല സ്ഥലങ്ങളിലും നേർക്ക് നേർ നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ കരച്ചിലും ഉണ്ട്, നമുക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അനുവിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുമെങ്കിലും പുള്ളിക്കാരത്തി കരഞ്ഞു പോകും. അത് അത് സ്ട്രാറ്റജി ഒന്നും അല്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ആണല്ലോ. അപ്പോൾ പുള്ളിയുടെ സ്വഭാവമാണ് ഇങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരാളാണ് അനു എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമോഷണലി നമുക്ക് പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അനുവിൻ്റെത്. എങ്കിലും അനു ഇന്നലെ ഫയറായിട്ട് തന്നെ നിന്നു കേട്ടോ. അക്ബറൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് അനുവിൻ്റെ മേലേക്ക് ഇടിച്ച് കയറിയിട്ട് പോലും അനു ഒറ്റയ്ക്ക് അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് ബ്രോ നോമിനേഷൻസിൽ വന്നിട്ടില്ല. എന്തൊരു ഭയങ്കര അത്ഭുതം. അതിലും രസം പുള്ളിക്ക് തന്നെ അത്ഭുതം. ഈ നോമിനേഷൻസിൽ പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ പുള്ളി തന്നെ ഇങ്ങനെ അതായത് ഞാനില്ലേ, എന്നെ ആരും നോമിനേറ്റ് ചെയ്തില്ലേ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഇത് പുള്ളിയുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പുള്ളി തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാനില്ലേ. ആ എപ്പിസോഡിൽ വളരെ കറക്റ്റായിട്ട് നല്ല ഒരു ഷോട്ട് അത് കാണിക്കുന്നുണ്ട്. അനീഷിൻ്റെ ആ ഒരു മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ശരിക്കും ഈ ഒരു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞില്ലേ, ലാലേട്ടൻ വന്നതിന് ശേഷം ആ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അനീഷിൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് താഴെ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കിളിയുടെ ഒച്ചയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞ് ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇതിങ്ങനെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യാനാ. അപ്പോൾ അനീഷിൻ്റെ ഗ്രാഫ് താഴത്തേക്കാണ് വന്നേക്കുന്നത്. അനീഷിൻ്റെ ഗ്രാഫ് വളരെ താഴത്തേക്ക് പോയിട്ടുണ്ട്. അനീഷ് കളിച്ച് തുടങ്ങണം ഇനി. കാരണം ലാലേട്ടൻ ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അയ്യോ ഞാൻ ഇത്രയും കച്ചറയാണോ എന്നുള്ള ഒരു ചിന്ത പുള്ളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷേ കളിച്ചില്ലെങ്കിൽ അനീഷിൻ്റെ കാര്യം ഹുദാഹവ. അതാണ്. അതുപോലെ തന്നെ ഒളിച്ചിരുന്ന പല ടീംസും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒളിച്ചിരുന്നതല്ല, അവിടെ എവിടെയൊക്കെ ഇരുന്ന ചെറിയ രീതിയിലൊക്കെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്, രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ പറ്റും അല്ലെ. പുതിയ ആൾക്കാർ തമ്മിലുള്ള കോമ്പിനേഷൻസ് അടിയൊക്കെയാണ് ഇന്നലെയൊക്കെ നടന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് പോകാം. സാധാരണ എല്ലാ ദിവസവും രാവിലെ അടി തുടങ്ങി വെക്കുന്നത് നമ്മുടെ അനീഷ് ബ്രോയാണ്. പക്ഷെ ഇന്നലെ ഡേ 15 അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. രാവിലത്തെ അടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നൂറയും നെവിനുമായിട്ടുള്ള അടിയാണ് തുടക്കം. വെറും ഒരു ഓറഞ്ചാണ് പ്രശ്നം. അതായത് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൗസിനകത്ത് ഓറഞ്ച്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചിൽ നെവിൻ വന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറിയോ നോക്കാനായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നൂറയും ആദിലയാണെന്ന് തോന്നുന്നു, നൂറയാണോ ആദിലയാണോ ഒരാൾ. അപ്പോൾ പറയുന്നുണ്ട് അത് നീ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് നെവിനെ ഏറ്റവും കൂടുതൽ അവിടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നു എന്ന പേരിൽ നെവിനെ എറിക്കേറ്റിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് സാധനങ്ങൾ മോഷ്ടിക്കുന്നു മോനെ, ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞു, ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി തരും എന്നുള്ള, അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് തരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ നെവിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നെവിൻ ഓക്കെ ഞാൻ ഇനി അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പുള്ളിക്കാരൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടതുമില്ല, ഇന്നലെ കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് നെവിൻ വന്നതിൽ ടച്ച് ചെയ്തതേ ഉള്ളൂ. ടച്ച് ചെയ്ത് ഇങ്ങനെ നോക്കി തണുപ്പ് മാറിയോ നോക്കിയപ്പോൾ തന്നെ നൂറ പറഞ്ഞു അത് എടുക്കാൻ പാടില്ല, അത് തുടരുത്, നീ എടുത്തിട്ട് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നെവിന് ട്രിഗറായി. നെവിൻ അപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. മീൻസ് പുള്ളിക്കാരൻ ഒരു എന്റർടൈനർ, ഒരു കോമഡി രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന നെവിൻ അതിൽ നിന്ന് ആ ഒരു ഷെല്ലിൽ നിന്ന് പൊട്ടി വെളിയിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. പൊട്ടി
ചവിട്ടി വെളിയിലേക്ക് വന്നിട്ട് വേറൊരു ആങ്കറിലേക്ക് പോവുകയാണ്, വേറൊരു രീതിയിലേക്ക് നെവിൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു തുടക്കം അതാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനും അനുമോളും, അതിലേക്കാണ് പോകുന്നത് കേട്ടോ. ആര്യനും അനുമോളും ശരിക്കും നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണോ, ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണോ അത് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം ആ ഒരു ക്ലിപ്പിൽ നമുക്ക് ഒരു ലവ് ട്രാക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്ന, ബിഗ് ബോസ് ആ ഒരു ക്ലിപ്പ് പുറത്തേക്ക് വിട്ടത് ലവ് ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ്. പക്ഷെ പിന്നീട് നമ്മുടെ നൂറ അനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അനുവായിട്ട് അനു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ആരും ഇതിനകത്തില്ല, ഞാൻ അങ്ങനെ ഒരു ലവ് ട്രാക്കിലേക്ക് പോകുന്നില്ല. മാത്രമല്ല ആര്യൻ എന്ന് പറയുന്നത് എന്നെക്കാട്ടിലും വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ്, അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഞാനൊരു ലവ് ട്രാക്കൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് അതിനെ കാണുള്ളൂ. അതായത് പേർളി ചേച്ചി, നമ്മുടെ പേർളി ശ്രീനീഷ് കോംബോ ഇല്ലേ, അപ്പോൾ പേർളി ചേച്ചിയുടെയൊക്കെ പോലെ സീരിയസ് ആയിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയ ഒരാളും ഇതിനകത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്നും പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇപ്പം നൂറ വീണ്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ആര്യനുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇതിന് മുൻപ് തന്നെ ഈ ആര്യൻ അനുവും കൂടെ നമ്മുടെ വാഷ് ഏരിയയിൽ പോയിട്ട് അനു ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടൊരു കിരീടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നീ കുറച്ചുകൂടെ സീരിയസ് ആവണം, നീ ആരെയും ചിരിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നത് പുറത്തിരുന്ന് നമ്മുടെ ആ ഗ്രൂപ്പ്, നമ്മുടെ ഗ്യാങ്, അങ്ങനെ തന്നെ പറയാം, ഒരു ഗ്യാങ് ആണ് അവര്, നമ്മുടെ അപ്പാനെയും അക്ബരും, പിന്നെ അവരിലേക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്, ആരും മൈൻഡ് ചെയ്യരുത്, സ്പേസ് പോലും കൊടുക്കരുത് എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് അവർ അതും കാണിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ പട്ടിത്താറ്റാണ്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. ചളിച്ച ചമ്മന്തി പരുവായിപ്പോയി അവിടെ അനുമോളും ആര്യനും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സീൻ TV-യിൽ വന്നപ്പോൾ ഞാൻ നോക്കിയില്ല കേട്ടോ. എനിക്ക് അത് നോക്കാൻ എനിക്കൊരു ചളിപ്പ് തോന്നിയിട്ട് ഞാൻ കുനിഞ്ഞാണ് ഇരുന്നത്. കേട്ടത് മാത്രമേ ഉള്ളൂ, ഞാൻ ആ സീന് നോക്കിയില്ല. കാരണം ലൈവിൽ ഞാൻ എൻ്റെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് നോക്കിയില്ല. നമുക്കൊരു നാണം തോന്നും അത് കാണുമ്പോൾ. കാരണം വലിയ കാര്യമായിട്ട് ഇതൊക്കെ കെട്ടി വന്നിട്ട് പോലും ആരും ഒരു സ്പേസ് അവർക്ക് അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ നൂറയും അനുവായിട്ടൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ശാരികയും സരികയും ഒരു കാര്യം ഉണ്ടായില്ല. ഈ ഹോട്ട് സീറ്റിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യമില്ല. നമ്മുടെ ശാരിക ചേച്ചി, ശാരിക KB ഹോട്ട് സീറ്റ് ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ ഹോട്ട് സീറ്റിലേക്ക് വരാൻ ധൈര്യമുള്ളവർ വരും എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യത്തിൽ നമ്മുടെ കലാഭവൻ സരിക വന്നിരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ആദ്യം ഇതെല്ലാം തമാശയായിട്ടാണ് കേട്ടോ എടുത്തത്. ആഹാ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന്. പക്ഷേ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി ഇതും പൊക്കി. ഈ 5-6 മണിക്കൂറിനിടയ്ക്ക് പുള്ളിക്കാരത്തി ഈ സരിക ചേച്ചിയില്ലേ നമ്മുടെ കലാഭവൻ, അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പുറത്തെങ്ങനെയായിരിക്കും എൻ്റെ ദിലീപേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോമിനേഷൻസ് കഴിഞ്ഞിട്ടാണ് ഇത് അങ്ങോട്ട് കത്തുന്നത്. അതുവരെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ നമ്മുടെ KB വിളിച്ചിട്ട് ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ ലാസ്യവശ്യത്തോടു കൂടി അല്ലേ ആണുങ്ങളെ, മീൻസ് വേറെ ഒന്നുമില്ല, അവർ ചോദിക്കുന്നത് ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണുങ്ങളെ വശീകരിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, ഗ്രൂപ്പിനകത്തല്ലേ നിൽക്കുന്നത്, നിങ്ങൾ ഇവരെ സോപ്പിട്ടല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ കച്ചറയായിട്ട് അവർ ചോദിച്ചു. അപ്പം നമ്മുടെ സരിക ചേച്ചി ചിരിച്ചോണ്ടൊക്കെ ഇരുന്ന് ഇതെന്താണ്, അവസാനം സരിക ചേച്ചിക്ക് മനസ്സിലായി ഇതെന്നാ ശരിയാവൂല, ഇത് കയ്യിൽ നിന്ന് പോകും, ഞാൻ പുറത്ത് നെഗറ്റീവ് ആവും, നൈസായിട്ട് ഒഴിവാക്കിയിട്ട് അവർ എഴുന്നേറ്റ് പോയി. പിന്നെ ഈ നോമിനേഷൻസ് കഴിഞ്ഞിട്ടാണ് അവർ തിരി കൊളുത്തിച്ച് അവർ കത്തിച്ച് വിടുന്നത്. അങ്ങനെയാണ് നമ്മുടെ സരികയുടെ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ആ ഒരു സീനിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ റെന. എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. റെന തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ കിച്ചനകത്ത് വന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണ്, ഞാനത് ഒരു അടി ക്രിയേറ്റ് ചെയ്തതാണെന്നത്. അതായത് ദാറ്റ് മീൻസ് ഒരു ഫേക്ക് അടിയായിരുന്നു, അത് ഒരു ഫേക്ക് കണ്ടന്റ് ആയിരുന്നു എന്ന് റെന തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, കിച്ചണിൽ നമ്മൾ പോയിട്ട് അങ്ങനെ ഒരു അടി ഉണ്ടാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം അവരെ പല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇവർക്ക് വേണ്ടി തന്നെ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അവിടെ പോയി നിന്നിട്ട് കച്ചറ ഉണ്ടാക്കുന്നത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, റെന എന്ന് പറയുന്നത് ഭയങ്കര ഓവർ, എനിക്ക് ശരി അവരുടെ കണ്ടന്റ് ആണത്, അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. എനിക്കവർ ഭയങ്കരമായിട്ട് ആ കുട്ടീനെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. കാരണം പല കോഷ്ടികളാണ് കാണിക്കുന്നത്, ആംഗ്യങ്ങളാണ്, എന്തൊക്കെയാണ് കാണിക്കുന്നത്, അതിനാകെ അറിയാന്നുള്ളൊരു ആംഗ്യം ഇങ്ങനെയൊക്കെ കാണിക്കും. എന്താണ് ഈ കുട്ടി കാണിക്കണേ? നമുക്ക് തന്നെ തോന്നും ഇത് എന്തിങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഭയങ്കര. അപ്പൊ പിന്നെ അതിനകത്ത് തൊട്ട് ഫ്രണ്ടിൽ പറ്റ നിന്നിട്ട് അനുവിൻ്റെ അടുത്ത് അത് കാണിക്കുമ്പം കൈ വച്ചില്ലെങ്കിൽ, കൈ ഇല്ലാത്തവൻ കൈ വെച്ച് കെട്ടി അറിയും. അത്രയ്ക്ക് ചൊറിയാണത്,
ചൊറി മീൻസ് അതിനെ ചൊറിയനെന്ന് നമുക്ക് വിളിക്കാം, നമുക്ക് ചൊറിയൻ റെനാന്ന് വിളിക്കാം. ചൊറിയനാണ്, ഇങ്ങനെ ചൊറിയാൻ പറ്റുമോ മനുഷ്യന്? എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യ. അതിന് മാത്രമല്ല, അത് ശരിക്കും അനുവിനെ എവിടെയാണ് ട്രിഗർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കളി. അത് ഞാൻ പറയുകയാണെങ്കിൽ അനു മിക്കവാറും ഈ ഒരാഴ്ച ഫുൾ ഈ ചപ്പാത്തിക്കളി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒരു റിക്വസ്റ്റ് ആണ് ലാലേട്ടൻ്റെ അടുത്ത്, ദയവ് ചെയ്ത് അടുത്ത ആഴ്ച വന്നിട്ട് ഈ ചപ്പാത്തി കേസ് ഒന്ന് തീർത്തു തരണം. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇന്നലെ തന്നെ അനു ഒരു 5-ാമത് തവണ ചപ്പാത്തിക്കളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ നോമിനേഷൻസിൽ ഗിസൈലിനെതിരെയും അനു പറഞ്ഞത് ചപ്പാത്തിക്കളി. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ആണ്, വന്നിട്ട് ഒന്ന് തീർത്ത് തരിക. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഈ സീസൺ തീരുന്നത് വരെ ഇനി അനുവും റെന എത്ര നാൾ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ റെന മാത്രമല്ല, റെന അത് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്തെങ്കിലും അനുവായിട്ട് പ്രശ്നം വരുമ്പോൾ പറയും നീ ചപ്പാത്തി മോഷ്ടിച്ച് ചപ്പാത്തി കളിയല്ലേ എന്ന് പറയും. പിന്നെ അത് മതി അനുവിന്, അന്നത്തെ ദിവസം തീർന്ന്. അനു ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കരയുന്നില്ലെങ്കിലും, അതായത് ഇങ്ങനെ പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിലും അവിടെ ഇവിടെ മാറിപ്പോയിരുന്നൊരു ബ്ലാങ്കറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, മോങ്ങി ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇത് തന്നെയാണ് പറയണത്, എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ശൈത്യമായിട്ട് പോയിരുന്നിട്ടും ഇതുപോലെ പറയുന്നുണ്ട് ബ്ലാങ്കറ്റിനോട് പോയിട്ട്, ആ കുട്ടിയെ ഞാൻ എൻ്റെ അനിയത്തിയെ പോലെയാണ് കണ്ടത്, എന്നിട്ട് അവൾ എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ട്. എന്നിട്ട് ശൈത്യയോട് പറയുന്നുണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല ഇതായിട്ട് കളിക്കണം. ശൈത്യനോട് ഞാൻ അങ്ങനെ തന്നെയാണ് കളിക്കുന്നതെന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ചപ്പാത്തിക്കള്ളി എന്നുള്ള വിഷയം ഒന്ന് തീർത്തു കൊടുക്കണം. അപ്പോൾ ഈ വിഷയം നടക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ അപ്പാനി വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ജോലി ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, നീ ഇവിടെ നിന്നിട്ട് അലമ്പുണ്ടാക്കാതെ ഇറങ്ങിപ്പോണം, ചിക്കൻ കറി വെക്കണം, തോരൻ വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇറങ്ങിപ്പോണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊച്ചു അവിടെ ചൊറിഞ്ഞു നോക്കണ്ടേ. അതിൻ്റെ ഇടയിൽ ആ എപ്പിസോഡിനിടയിൽ അത് ഇത്രയും ചൊറിഞ്ഞിട്ട് അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് തന്നെ അറിയാം, അത് കണ്ടന്റ്, അത് ഉണ്ടാക്കിയ ഫേക്ക് കണ്ടന്റ് ആണെന്നുള്ളത് അറിയില്ല. പിന്നെ റൂമിനകത്ത് പോയി ജിസേലിനോട് പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വിളിച്ചു. അത് പിന്നെ ഈക്വൽ ആയി കേട്ടോ. ഇവള് അവളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ച ശരിയല്ലെന്ന് അനു റെനയോട് പറയുന്നുണ്ട്, റെന തിരിച്ച് അനുവിനോടും പറയുന്നുണ്ട്. അപ്പോൾ അത് ഈക്വലായി, അതിനൊരു ഇതില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ റൂമിൽ പോയിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, ഞാൻ അവളെ ചൊറിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇറ്റ്സ് എ കണ്ടന്റ് ആണ്, ഒരു ഫേക്ക് കണ്ടന്റ് ആണെന്നുള്ളത് മനസ്സിലായി. അവിടെ നിന്ന് പിന്നെ നമ്മുടെ വിഷയം നോമിനേഷൻ, പ്രധാന നോമിനേഷൻ. അവിടെ ഏറ്റവും കൂടുതൽ ഒരു അടി ഫേസിൽ കിട്ടിയിരിക്കുന്നത് അനീഷിനാണ്. അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അനീഷിനെ നോമിനേറ്റ് ചെയ്തത് കാരണം അനീഷ് ഈ ഒരു ദിവസങ്ങളിൽ കണ്ടന്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആർക്കും അനീഷിനെ കുറിച്ച് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അനീഷ് നോമിനേഷനിൽ വരാത്തത്. അത് അനീഷിന് തന്നെ ഒരു കുരിശാവും. കാരണം കളിച്ചില്ലെങ്കിൽ കാര്യം വളരെ മോശമാണ്. ഏറ്റവും ഉയർന്നു നിന്ന ഗ്രാഫ് വളരെ 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 താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനീഷിന് തന്നെയാണ് ആ പ്രശ്നം. അപ്പോൾ നമുക്ക് നോമിനേഷൻസ് കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് 3 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്, ശൈത്യയ്ക്ക് 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് പൊട്ടൻഷ്യൽ ഇല്ല, ആക്റ്റീവ് അല്ല, 2 ആഴ്ചയായിട്ടും പുള്ളിക്കാരത്തി പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല. വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ. പിന്നെ അപ്പാനി പറയുന്ന ഒരു പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൂടെ നിന്ന്, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വോട്ട് അത് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പാനിയുടെ ഒരു ഇത്. പിന്നെ പി ആണെന്ന് റെന പറയുന്നുണ്ട്, അനുമോളുടെ പി ആണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശൈത്യയെ നോമിനേറ്റ് ചെയ്യുന്നത്. 4 വോട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ശരത്തിന് അതുപോലെ 4 വോട്ടാണ്. ശരത്തിന് കിട്ടിയിരിക്കുന്നത് അഗ്രസീവാണ്, ഗ്രൂപ്പിസം സ്വാഭാവികമായിട്ടും കിട്ടും. ശരത്ത് ഭയങ്കര അഗ്രസീവാണ്, കടിക്കാൻ പോകുന്നത് പോലെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ പിടിച്ചതിനെ കടിക്കും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ ഗ്രൂപ്പിസം അതുണ്ട്, അതിനി ഇവർ ഇത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പിസം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബറിന് 3 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ചൊറിയൻ കുത്തിത്തിരിപ്പ്, ആ വീട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരനാണ് അക്ബർ, സംശയം വേണ്ട. ശരിക്കും ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് നമ്മുടെ അക്ബർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബിഗ് ബോസ് അക്ബറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഹിന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അക്ബർ അതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ BB+ലാണ് അത് കാണിച്ചിട്ടുള്ളത്. അക്ബറിനെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ BB+ലാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അക്ബർ അതൊക്കെ കേൾക്കുന്നതല്ലാതെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മുടെ ബിഗ് ബോസ് ശരിക്കും ഒരു ഹിന്റ് കൊടുത്തതാണ്, ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള രീതിയിൽ, ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറണം എന്നുള്ളത്. പക്ഷെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും പുള്ളി അതൊന്നും ഉൾക്കൊണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശാരികയ്ക്ക് 2 വോട്ടാണ്. ശാരിക സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് ഗ്രൂപ്പിൽ പെട്ടിരിപ്പുണ്ട്, ഗ്രൂപ്പിനകത്താണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കണ്ടന്റ് ഒന്നും പുള്ളിക്കാർത്തിക്കില്ല. പിന്നെ നമ്മുടെ KB, നമ്മുടെ ഹോട്ട് സീറ്റ് ചേച്ചിക്ക് 5 വോട്ടാണ് കേട്ടോ. നിലപാടില്ല, അത് തന്നെയാണ്, നിലപാടില്ല, ഒരു നിലപാട് ഉറച്ചു നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം അവരെ നോമിനേഷനിലോട്ട് എല്ലാവരും പറയുന്നത്. പിന്നെ റെനയ്ക്ക് 2 വോട്ട്, ചൊറിയൻ പുഴു. പിന്നെ ഷാനവാസിന് 2, ഒനിയിലിന് 3 വോട്ട്. അങ്ങനെയാണ് ഇന്നത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അനുമോള്, ശൈത്യ, ശരത്ത്, അക്ബർ, സരിക, ശാരിക, റെന, ഷാനവാസ്, ഒനിയിൽ. പിന്നെ 1 വോട്ട് കിട്ടിയ നമ്മുടെ ജിസേലിന് 1 വോട്ട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ രേണുവിന് 1 വോട്ട് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ ബിന്നിക്ക് ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അഭിലാഷിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല. അഭിലാഷിന് അതിന് വിഷമം ഉണ്ട് കേട്ടോ. ഇന്നലെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ഒരു സിമ്പതറ്റിക് ആയിട്ട് ഇവിടെ കാണുന്നു, എന്നെ ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അഭിലാഷിനൊക്കെ ഇന്നലെ വിളിച്ചിട്ട് വളരെ ഇതായിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖം പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊരു അത്രയ്ക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര ഒരു പ്രഷറിനകത്താണ് അവർ ജീവിക്കുന്നത്. നമുക്ക് തോന്നുന്നു ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് എൻ്റെ ഭാര്യയുടെ മുഖം പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ എത്രത്തോളം ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരുന്നിട്ട് ഇപ്പം പൊട്ടും എന്നുള്ള രീതിയിലായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. കാരണം പുറത്ത് ഒരാൾക്കാരുമായിട്ട് അവർക്ക് യാതൊരു കണക്ഷനും ഇല്ലല്ലോ. 1, 2 മര്യാദയ്ക്ക് ഫുഡില്ല, ഡ്രസ്സില്ല, പിന്നെ ഈ പറഞ്ഞതുപോലെ ഒച്ചപ്പാടും ബഹളവും അടിയും വഴക്കും. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അനിമോളെ ഇന്നലെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ്. അനിമോള് കരയുന്നുണ്ട് കേട്ടോ, അവിടെ പോയിരുന്ന് കരയുന്നുണ്ട്, സ്വാഭാവികം. പക്ഷെ നമുക്കും അത് കാണുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നിന്നിട്ട് നമുക്കിവിടെ നിന്ന് സംസാരിക്കാൻ എളുപ്പമാണ്, ശരിക്കും അതിനകത്ത് പോയിട്ടുള്ള പെട്ട അവസ്ഥ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സരിക ശാരിക ഫൺ മാറി ടെറർ ആകുന്നത് കേട്ടോ. നോമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ടെററായി മാറുന്നുണ്ട് സീന്. അത് പിന്നെ ഒരു സംസാരമായി, പുറത്തെങ്ങനെ പോകുന്നുള്ളതായി, അങ്ങനെ വിഷയമായി. അതിനിടയിൽ അക്ബർ വരുന്നുണ്ട്. അക്ബർ വരുമ്പോൾ തന്നെ നമ്മുടെ കെ വി ചേച്ചി പറയുന്നുണ്ട്, അക്ബറെ മാറി, കുത്തിത്തിരിപ്പ് വേണ്ടെന്നുള്ളത് കറക്റ്റാണ്. അങ്ങനെ അക്ബർ നൈസായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവരത് പറഞ്ഞ് ബിന്നി അത് സോൾവ് ചെയ്തിട്ടോ. ബിന്നി നമ്മുടെ കെ ബി ചേച്ചിയെ മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചിട്ട് അത് സോൾവ് ആയിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് ഒരു സീൻ ഉണ്ട് മക്കളെ. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മുടെ സരികയും ശാരികയും കൂടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ശാരിക ചേച്ചി പറയുന്നുണ്ട്, ഹോട്ട് സീറ്റിൽ വന്ന് ഞാൻ വിളിച്ചിരുത്തി, ഞാൻ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കുലസ്ത്രീയാണ്, നിങ്ങളുടെ പുണ്യമാണ്, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് നിങ്ങളുടെ പുണ്യമാണ് ദിലീപേട്ട, പുണ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിലും ഭയങ്കര സംഭവം, ഞാനൊരു കച്ചറയാണെന്ന് പുള്ളിക്കാരത്തി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാനൊരു കച്ചറയാണ്, എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്നുള്ളത്. ശരിക്കും ഭയങ്കര വിറ്റാട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ചിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചില സീനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സീനായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഭിലാഷിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നത് ബിഗ് ബോസ്. അത് ഞാൻ പറഞ്ഞല്ലോ, അക്ബറിനെയും അൻമോളെയൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പ്രൊമോയിൽ കണ്ട തീപ്പൊരി സീൻ, നമ്മുടെ അനുമോളും അപ്പാനിയായിട്ടുള്ള ആ സംഭവം. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം, വേറൊന്നുമല്ല. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവര് കിച്ചൺ ടീം ഡ്യൂട്ടി ഏറ്റെടുത്തപ്പോൾ തന്നെ അനുമോള് പറഞ്ഞിരുന്നു, നമ്മളെ കിച്ചണിൽ വേറെ ആരും കുക്ക് ചെയ്യാൻ പാടില്ല, നമ്മുടെ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ മാത്രമേ അതിനകത്ത് കയറി കുക്ക് ചെയ്യാൻ പാടുള്ളൂ, ഗ്യാസ് കത്തിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ടീം അപ്പാനി ക്യാപ്റ്റനായി ഈ ടീം അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ അനുമോള് അവിടേക്ക് റൂമിലിരുന്നപ്പോൾ ഗിസൈൽ കയറിയിട്ട് കുക്ക് മീൻസ് അവരുടെ തന്നെ ഗിസൈലിന്റെ തന്നെ ഫുഡാണത്, അവരുടെ തന്നെ സാധനങ്ങൾ വെച്ചിട്ട് അവർ കട്ട് ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് അനുമോളിന് ട്രിഗറായി. കാരണം കഴിഞ്ഞ ആഴ്ച ഗിസൈൽ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ കിച്ചണിൽ അനുമോളെ കേട്ടിട്ടില്ല. അനുമോളെ വന്നിട്ട് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അനുമോളും ഗിസൈലും തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. ഗിസൈൽ കിച്ചണിൽ കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അനുമോൾ ആദ്യമേ ഇങ്ങനെ പറഞ്ഞത്. അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗിസൈൽ കയറി വന്നത് അനുമോൾക്ക് ഇഷ്ടമായില്ല. അപ്പൊ അനുമോൾ വന്നിട്ട് അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ അനുമോളുടെ ഭാഗത്തും ശരിയുണ്ട്, അപ്പാനി പറയുന്നതിലും കാര്യമുണ്ട്. കാരണം അപ്പാനി പറയുന്നത് പുള്ളിക്കാരത്തി വെജിറ്റേറിയൻ ആണ്, പുള്ളിക്കാരത്തി രാവിലെ ഉച്ചയ്ക്കൊന്നും ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ അവരുടെ തന്നെയുള്ള സാധനങ്ങളാണ് അവർ വന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നത്. അതിന് നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ ആര്യനോടും അതുപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റനായ അപ്പാനിയോടും പെർമിഷൻ എടുത്തിട്ട് ചെയ്തു. ഫുഡിന്റെ കേസ് ആയതുകൊണ്ടാണ് അവർ കുറച്ചൊന്ന് സോഫ്റ്റ്നെസ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അത് രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്. പക്ഷേ ശരത് ഇത്രയും അഗ്രസീവ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അനു പെട്ടെന്നുള്ള ആ ഒരു ഇതില് പൊട്ട ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ പൊട്ട ക്യാപ്റ്റൻ എന്നുള്ളത് പൊട്ടൻ എന്നാണ്, പരപ്പൊട്ടൻ എന്നാണ് അപ്പാനി കേട്ടത്. അവിടെയായിരുന്നു പ്രശ്നം. അങ്ങനെ കേട്ടപ്പോൾ അപ്പാനിക്ക് പെട്ടെന്ന് അത് ദേഷ്യം വന്നിട്ട് അപ്പാനി ചാടി ഇറങ്ങി. പക്ഷെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം അഗ്രസീവായി ചാടി ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര ദേഷ്യത്തിൽ ഓടി ഇറങ്ങി വന്നിട്ട്
നമ്മുടെ അനുവായിട്ട് വിഷയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ അനു എല്ലാം നല്ല കറക്റ്റ് ആയിരിക്കും, അനുവിൻ്റെ സൈഡിലായിരിക്കും എല്ലാ രീതിയിലുമുള്ള പോസിറ്റീവ്. പക്ഷെ അവസാനം കൊണ്ട് കലയിട്ട് ഉടയ്ക്കും പോലെ അനു എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കും. ഇപ്പം ഗിസൈലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അനു ചെയ്ത കറക്റ്റ് കാര്യങ്ങളായിരുന്നു, പക്ഷെ അവസാനം വന്നിട്ട് അതൊരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് അനു പോയി. അപ്പൊ അനുവിന്റെ ഭാഗത്തൊരു നെഗറ്റീവ് അവിടെ വന്നു. അതുപോലെ തന്നെയാണ് ഈ കേസ്. ഔട്ടായി പുറത്തു പോയ ഒരാളെ പറ്റി അനു അവിടെ പറയേണ്ട ആവശ്യമില്ല. അനു പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്താണ് പൊതുവെ ഒരു സംസാരം ഉണ്ട് ഇങ്ങനെയൊക്കെ, ഒരു കരസംസാരം ഉണ്ട് ഇങ്ങനെയൊക്കെ, അറിയില്ല സത്യമാണോ കള്ളമാണോ. നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല, കാരണം ഓൾറെഡി പുള്ളിക്കാരത്തി ഔട്ടായിപ്പോയി. നമ്മൾ പുറത്ത് പോയ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അപ്പാനി ശരിക്കും അവിടെ അപ്പാനി തകർന്നു പോയി. പക്ഷെ അക്ബർ ഏറ്റുപിടിച്ചു. അക്ബർ പിടിച്ചിട്ട് അക്ബർ വളരെ മോശമായിട്ട് അനുവിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ലൈവിൽ നമുക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോൾ അക്ബർ ഇത്രമാത്രം ഇങ്ങനെ അഗ്രസീവായി ഒരിക്കലും നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ, പെൺകുട്ടിയോ ആൺകുട്ടിയോ, ഇത്രമാത്രം അഗ്രസീവായി അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്കൊക്കെ ഇടിച്ചു കയറി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ള ഓഡിയൻസ് അത് സമ്മതിക്കില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. കാരണം വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിന്നിട്ട് അനുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ അവിടെ നടന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ നൂറയും ആദിലയും അതുപോലെ തന്നെ ശൈത്യവും ഒക്കെ വന്നിരുന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അനു ചെയ്തത് ശരിയല്ല, അനു ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ അവർ രാവിലെ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അത് മാത്രമല്ല പുറത്തു പോയ ഒരാളെ പറ്റി, അതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്, പുറത്തു പോയ ഒരാളെ പറ്റി അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംസാരിച്ചത് ശരിയല്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അവസാനം അത് ആദ്യമൊന്നും അനു അത് അക്സെപ്റ്റ് ചെയ്തില്ല, പക്ഷേ അവസാനം അനു അത് എല്ലാം ഓക്കെ സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിലുള്ളൊരു സീൻ ഉണ്ട് കേട്ടോ, നമ്മുടെ അനീഷും ശരത്തുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ശരത്ത് ഭയങ്കര വിഷമത്തോടു കൂടി വാഷ്റൂമിലിരിക്കുമ്പോൾ അനീഷാണ് പോയി ശരത്തിനെ സമാധാനിപ്പിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അളിയാ ഏതളിയൻ, കഴിഞ്ഞ ആഴ്ച വരെ എന്തായിരുന്നു എൻ്റെ ദൈവമേ, എടാ ഇപ്പൊ അളിയനായി. അപ്പം അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും അഗ്രസീവ് ആവരുത്, ഒരു ഫിസിക്കൽ അസോൾട്ടിലൊന്നും പോകരുത്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് പറയുന്നത്, ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ നമ്മുടെ അപ്പാനി അനീഷിനോട് സംസാരിക്കുന്നുണ്ട്, അളിയാന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അപ്പാനി റൂമിലേക്ക് കയറി വന്നപ്പോൾ അനു പോയി കാല് പിടിച്ചിട്ട് സോറി പറയുന്നുണ്ട്. കാല് പിടിച്ചിട്ടാണ് കേട്ടോ ക്ഷമ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതവരുടെ ഗെയിമോ അതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അനു അവിടെ ചെയ്തത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുറത്തു പോയ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അനു അത് പറഞ്ഞു. അപ്പോൾ അപ്പാനിയും ഓക്കെ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, പ്രശ്നമില്ല, നീ എൻ്റെ പെങ്ങളെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുവും അപ്പാനിയും ആയിട്ടുള്ള ഇത്രയും നാളത്തെ പ്രശ്നങ്ങൾ ഇന്നലെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് മുതലുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അതിനൊരു ആശ്വാസം വന്നിട്ടുണ്ട്, താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ ആ പ്രശ്നം അവരവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോകുന്ന സീൻ എന്ന് പറയുന്നത് നെവിന്റെ കെട്ടിപ്പിടുത്തം പല സ്ഥലങ്ങളിലും പ്രശ്നമാണ്. ഇതിന് മുൻപും പലരും അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അനു തന്നെ പറഞ്ഞിട്ടുണ്ട് നെവിൻ്റെ മുമ്പ് കേട്ടോ, കുറേ ദിവസം ആയത് അവൻ ഇങ്ങനെ ശരിയല്ല. പക്ഷെ ഇതിപ്പോൾ അക്ബറിന്റെ തലയിലേക്കാണ് ഈ കുരിശ് വന്നേക്കുന്നത്. അക്ബർ നമ്മുടെ ശാരിക ചേച്ചിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ നെവിൻ പെൺകുട്ടികളെ ഹഗ് ചെയ്യുന്ന രീതി ശരിയല്ല, അവൻ ആളും എത്ര മെനയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശാരിക ചേച്ചി ഇന്നലെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ശാരിക ചേച്ചി അക്ബറുമായിട്ട് തെറ്റിയപ്പോൾ ശാരിക ചേച്ചി ഇതിനെ അങ്ങെടുത്ത് പൊട്ടിച്ച്. ഇപ്പൊ ഹൗസ് ഫുൾ അറിഞ്ഞ് നെവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അക്ബറിന് മനസ്സിലായി ഇത് ലാലേട്ടൻ വരുമ്പം അക്ബറിന്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത്. അപ്പൊ അപ്പാനിയും അക്ബറുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി നൈസായിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്, ഇവര് മണ്ടന്മാരാണ്, ഈ ക്യാമറ ഇത്ര ഇരിക്കുകയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ വരുമ്പോൾ ഇത് കാണില്ലേ. അപ്പാനി പറയുന്നത് അക്ബറിന്റെ അടുത്ത്, പുറത്തുള്ള ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് ആണല്ലോ, അപ്പം അവർ ഏത് രീതിയിൽ ഇതിനെ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ അപ്പുറത്തെ സൈഡിലിരുന്നിട്ട് ഗേൾസ് എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഹഗ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കതൊരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം ഓപ്പൺ ആയിട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗിസൈലിനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഹഗ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു പ്രശ്നമാവും എന്നുള്ളത് അക്ബറിനൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് ഇവർ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്ത് ആ ചെയറൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവർ ഇരുന്നത് ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ഷാനവാസിക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഷാനവാസിക്ക സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിനും നാക്കില്ല, അക്ബറിനും നാക്കില്ല, ആർക്കും നാക്കില്ല, ഇവരുടെ ഒക്കെ നാക്കിറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഷാനവാസിക്ക ഭയങ്കര
റൂഡായിട്ട് തന്നെ ശരത്തിനോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ടോക്കിനും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ശരത്ത് കോംപ്രമൈസ് പോലെ സംസാരിക്കാൻ പോയതാണ്, പക്ഷെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും താൻ റെഡിയല്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്നവനാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് കളിക്കും, നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഗ്രൂപ്പ് ഞാൻ പൊളിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിസം ഞാൻ പൊളിച്ച് അടുക്കും, അതിനുള്ള സകല സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നിനക്കെതിരെ എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പുറത്ത് എൻ്റെ പെങ്ങളുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പെങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തതെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അപ്പാനിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. ആ ഒരു സീനിൽ ഇത്രയും ദിവസം നമ്മൾ കണ്ട അപ്പാനിയെ അല്ല കേട്ടോ അവിടെ കണ്ടത്. അപ്പാനി സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പരുങ്ങുന്നുണ്ട് അവിടെ, ഒന്ന് പതുങ്ങുന്നുണ്ട് അവിടെ. കാരണം ഒരു പക്ഷേ അപ്പാനിക്ക് പുറത്ത് ഫാമിലി ഉണ്ട്, അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം അപ്പാനിക്ക് പുറത്തേക്ക് വിടാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇതൊരു നെഗറ്റീവ്, എന്തായാലും ഇത് നെഗറ്റീവ് അടിക്കും എന്നുള്ളത് പുള്ളിക്കാരൻ അറിയാം. അപ്പോൾ അത് ഫാമിലിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിലേക്കൊന്നും പോകുന്നത്. പിന്നെ ഷനവാസൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ അക്ബർ അനുവിന്റെ നേരെ ചാടിപ്പോയപ്പോൾ എനിക്ക് പറയാൻ അറിയില്ലാത്തത് കൊണ്ടല്ല, അവൾ പറയുന്നതിലും കാര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ വിഷയം നല്ല ഒരു സംസാരമായി, ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഷനവാസൊക്കെ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പാനി പുറകെ പോകുന്നുണ്ട്. ശരിക്കും മരവിച്ച അവസ്ഥയിലാണ് അപ്പാനി നിൽക്കുന്നത് കേട്ടോ. ശരത്ത് ശരിക്കും മരവിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡില്. ഇന്നലെ രാത്രി മുഴുവൻ അക്ബറും അപ്പാനിയും ഒക്കെ ഇത് തന്നെ ആയിരിക്കും ചർച്ച. രാത്രി ലൈവ് കാണാനൊന്നും ഞാൻ ഇരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് പ്രൊമോയും വന്നിട്ടുണ്ടായിരുന്നു രാത്രി. BB+ ശേഷം പ്രൊമോയിൽ ഷനവാസും അക്ബറും ആയിട്ടൊന്ന് നല്ല ഒരു തകർപ്പൻ അടി നടക്കുന്നുണ്ട്. പിന്നെ പണിപ്പുര ടാസ്കിന്റെ കാര്യം പറയുന്നുണ്ട്. പണിപ്പുര ടാസ്കിൽ അവർക്ക് ഇന്ന് ഒറ്റത്തവണ മാത്രമേ ഈ ആഴ്ച പണിപ്പുര ടാസ്കിന് ചെയ്യാനായിട്ട്, പണിപ്പുരയ്ക്കകത്ത് കയറാനായിട്ടുള്ള ടാസ്ക് ഉള്ളൂ എന്നല്ല, ഒറ്റത്തവണ മാത്രമേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് കാണാം കേട്ടോ, പണിപ്പുര ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം, ലൈവിന്റെ വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പൊ അതുവരെ bye.